ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ അവർ പഠിക്കാനായിട്ട് തന്നിട്ടുള്ള PDF-ൽ 500 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ അതിൽ പറയുന്നത് കുറച്ച് താഴെ ഒരു പാരഗ്രാഫ് പോലെ കുറച്ച് ലെങ്ത്തിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് എന്താണ് ഈ ജോലി, എന്തൊക്കെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സാലറി വരുന്നത്, യോഗ്യത എന്താണ്, അതൊരു പഠന വിഷയമാണെന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോ വീടുകൾ ഒരു ഗ്രാമസേവകന് 300 വീടുകൾ അല്ലെങ്കിൽ 200 വീടുകൾ നിയോഗിച്ച് തരും. അപ്പം നമ്മൾ ആ വീടുകളിൽ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെയിനായിട്ട് നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര സർക്കാരുകളാണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളും അല്ലെങ്കിൽ ലോണുകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതായത് അതെന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിനെ അപേക്ഷിക്കേണ്ടത്, അതിന് നമ്മൾ യോഗ്യരാണോ, അതൊന്നും അവർക്ക് അറിയുന്നില്ല. ഇങ്ങനൊരു സ്കീം ഉണ്ടെന്ന് പോലും അറിയുന്നില്ല, അവരിലേക്ക് എത്തുന്നില്ല. അതിനാണ് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവിക എന്നൊരു പോസ്റ്റ്, അതായത് അവർ വഴി ഇങ്ങനെയുള്ള സ്കീമുകളും അല്ലെങ്കിൽ സഹായങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതും അവരുടെ വീടുകളിൽ ചെന്ന് അവരെ ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ അവർക്കിതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു ഗ്രാമസേവകൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ജനങ്ങൾ കൂടുതലായിട്ടും പോകുന്ന സ്ഥലങ്ങളാണ് ആശുപത്രി, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്. എന്നാൽ അറിയില്ല, അവിടെ ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഓഫീസർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതൊന്നും മുൻകൂട്ടി അറിയാനോ അതിനൊന്നും സാധാരണക്കാർക്ക് പറ്റുന്നില്ല. അവർ പൈസ മുടക്കി അവിടെ എത്തിക്കഴിഞ്ഞ് അവർക്ക് അവരുടെ കാര്യം നടക്കാതെ തിരിച്ചു പോരേണ്ട അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അവിടെ തിരക്കാണോ അല്ലെങ്കിൽ അവിടെ ഓഫീസർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനും സർക്കാരുകൾ പ്രത്യേകിച്ച് പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവികമാർക്ക് അതാത് സമയങ്ങളിൽ എന്തു ചെയ്യും, അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ഗ്രാമസേവകൻ്റെയും ഗ്രാമസേവികയുടെയും ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ അധീനതയിലുള്ള വീടുകളിൽ ഇതിനെക്കുറിച്ച് എത്തിക്കുക, അല്ലെങ്കിൽ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ CSC ജനസേവന കേന്ദ്രങ്ങൾ വഴി വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കാം. എന്നാൽ ഇതിന് ഒരു ദിവസത്തെ മെനക്കേടും വർദ്ധിച്ച തരത്തിലുള്ള സർവീസ് ചാർജുമാണ് ഉള്ളത്. എന്നാൽ ഇത്തരത്തിൽ വേണ്ട സർട്ടിഫിക്കറ്റുകൾക്ക് മിനക്കെട്ട് പോകാതെ അംഗങ്ങൾക്ക് താങ്കളുടെ അധികാര പരിധിയിലുള്ള വീട്ടുകാർക്ക് സൗജന്യമായി വീടുകളിൽ ചെന്ന് ഇത് ലഭിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു നൽകുക എന്നുള്ളതും ഒരു ഗ്രാമസേവകൻ്റെ ജോലിയാണ്. ഇതിന് ഓരോ ഗ്രാമസേവകനും അല്ലെങ്കിൽ ഗ്രാമസേവികയ്ക്കും കേന്ദ്ര സർക്കാരിൻ്റെ CSC പോർട്ടൽ സൗജന്യമായിട്ട് നൽകുന്നതാണ്. അതായത് നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അപേക്ഷിക്കുന്നത് CSC പോർട്ടൽ വഴിയാണ്. CSC എന്ന് പറഞ്ഞാൽ കോമൺ സർവീസ് സെൻറ്ററുകൾ, അക്ഷയകളിലും അല്ലെങ്കിൽ കഫേയിലൊക്കെ പോയിരുന്നിട്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അതിന് നല്ലൊരു സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും, നമ്മുടെ സമയവും ഒരുപാട് നഷ്ടമാകും. എന്നാൽ ഇപ്പോൾ ഒരു ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഒരു ഗ്രാമസേവികനെ നിയമിക്കുന്ന വഴി അവരുടെ അധീനതയിലുള്ള വീടുകളിൽ പോയി അവർക്ക് ഈ സർട്ടിഫിക്കറ്റുകളുടെയും കാര്യങ്ങളുടെയും സൗകര്യങ്ങൾ ആ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഓരോ ഗ്രാമസേവകനും അല്ലെങ്കിൽ ഗ്രാമസേവികയ്ക്കും CSC പോർട്ടലുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിനൊക്കെ അപേക്ഷിക്കാനായിട്ട് പറ്റും. ഒരു തരത്തിലുള്ള ഫീസും അവിടെ വരുന്നുമില്ല. പിന്നെ പറയുന്ന കാര്യം, ഇപ്പോൾ വീടുകളിൽ അസുഖം ബാധിച്ചവരും അല്ലാത്തവരും ഉണ്ടാവും. ഇപ്പോൾ അസുഖം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രായമൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ഇപ്പോൾ പ്രായഭേദമന്യുള്ളൊരവസ്ഥയാണ് ഷുഗർ, പ്രഷർ, നെഞ്ചുവേദന. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ പണം നൽകിയിട്ട് മിനക്കെട്ട് സ്വകാര്യ ലാബുകളിൽ പോയാണ് പരിശോധിക്കുന്നത്. അസുഖത്തിന് പ്രായഭേദമില്ല. ഇത്തരത്തിലുള്ളവരുടെ വീടുകളിലെത്തി യാതൊരുവിധ സർവീസ് ചാർജുകളും വാങ്ങാതെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. ഇതിനുള്ള മെഷീനുകൾ കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ സഹായത്തോടെ ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി നൽകുകയും ആയത് ചെക്ക് ചെയ്യാനുള്ള ട്രെയിനിങ്ങും നൽകുന്നതാണ്. ഈ സമയത്ത് ടെസ്റ്റിലുള്ള വ്യതിയാനം മനസ്സിലാക്കി 108 ആംബുലൻസ് വിളിക്കാനും തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് അയക്കാനുള്ള ബാധ്യത
ഈ ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അതായത് ഇപ്പോൾ പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ടാവും ഓരോ വീടുകളിലും. അപ്പോൾ അവിടെ പോയി അവർക്കത് ചെക്ക് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് അത് കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ 108 ആംബുലൻസ് വിളിക്കാനും ഹോസ്പിറ്റലിലേക്ക് അവരെ പറഞ്ഞു വിടുക എന്നൊക്കെ ഉള്ളത് ആരുടെ ചുമതലയാണ്? ഈ ഗ്രാമസേവകൻ്റെ ചുമതലയാണ്. ഇപ്പോൾ ഇവർക്ക് ഈ ഷുഗർ ആണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ തന്നെ കൊടുക്കുന്നതായിരിക്കും. അതായത് കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ സഹായത്തോടെ ഈ സൊസൈറ്റി വഴി നൽകുന്നതായിരിക്കും. അതുപോലെ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനുള്ള ഒരു ട്രെയിനിങ്ങും അവർ കൊടുക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ വീടുകളൊക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് തകർന്ന നിലയിലുണ്ടെങ്കിൽ അവിടെ ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള പ്രായമായ ഒരാളാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് 2000 രൂപ മുതൽ 5000 രൂപ വരെ അടിയന്തര സഹായം കേരള സർക്കാർ കളക്ടർമാർ വഴി ചെയ്തു വരുന്നുണ്ട്. ഈ വിവരം എല്ലാവർക്കും അറിയണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൗജന്യ സഹായം ചെയ്തു നൽകുക എന്നുള്ളത് ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ അവരെടുത്ത് പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള ലാഭവും പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ളതോ സമാന സ്വഭാവമുള്ളതോ ആയ കാര്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവിക ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നൊരു കാര്യമാണ്, നാട്ടിൽ ഒരുപാട് ഇൻഷുറൻസുകളുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ്, വീട് നാശം വന്നാൽ അതിനുള്ള ഇൻഷുറൻസ്. ഇതിനെല്ലാം സ്വകാര്യ മേഖലയിലെ ഇൻഷുറൻസ് കമ്പനികളെയാണ് ആശ്രയിക്കുന്നത്. ആയതിന് ഭാരിച്ച പ്രീമിയവും നൽകണം. എന്നാൽ 3-4 വർഷം അപേക്ഷകൻ പ്രീമിയം അടച്ചാൽ തുടർന്ന് ആയുഷ്കാലം വരെ താങ്കളുടെ പ്രീമിയം അടയ്ക്കുന്ന സർക്കാർ പദ്ധതികളുണ്ട്. ഇത് എല്ലാവർക്കും അറിയില്ല. ഇത് ആരോഗ്യ ഇൻഷുറൻസ് ആയിക്കൊള്ളട്ടെ, അതായത് ഏത് ആരോഗ്യ ഇൻഷുറൻസ് ആയിക്കോട്ടെ, അടച്ച പ്രീമിയം തുക തിരികെ ലഭിക്കുന്ന പദ്ധതികളും ഉണ്ട്. 50 രൂപ മുടക്കിയാൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന കേന്ദ്ര പദ്ധതിയുണ്ട്. ഇതിൻ്റെ പേരാണ് PM ജീവൻ ജ്യോതി ബീമ യോജന. PM ജീവൻ ജ്യോതി ബീമ യോജന. ഇതിൻ്റെ നോട്ട്സ് ഇപ്പോൾ പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു പോർഷനിൽ കുറച്ചധികം. അപ്പോൾ അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പദ്ധതികൾ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഇൻഷുറൻസുകളുണ്ട്. അതും എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. പിന്നീട് പറയുന്നത്, ഷുഗർ എന്നതൊരു പകർച്ചവ്യാധി അല്ലാത്ത എന്നാൽ ഇപ്പോൾ എല്ലാവരിലും ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു രോഗമാണ്. മിക്ക വീട്ടിലും ഇതിന് വേണ്ടിയിട്ട്, അതായത് ഇതിന് ശമനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കാനായിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലിൻ എങ്ങനെയാണ്? ഇപ്പോൾ 120 മില്ലിയുള്ള ഒരു കുപ്പി ഒരു രോഗിക്ക് ഒരു നേരമാണെങ്കിൽ 8 ദിവസത്തേക്കും 2 നേരമാണെങ്കിൽ 5 ദിവസത്തേക്കുമാണ് ഉപയോഗിക്കാൻ കഴിയുക. അതായത് 120 മില്ലിയുള്ളൊരു കുപ്പിയാണ് ഇൻസുലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിക്ക് ഒരു നേരം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 8 ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റും. 2 നേരം ആണെങ്കിൽ 5 ദിവസത്തേക്കാണ് ഉപയോഗിക്കാൻ കഴിയുക. അതിനാൽ ഇത് ആഴ്ചയിൽ ഒരിക്കൽ വാങ്ങാൻ പോകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 മാസത്തേക്ക് 5 കുപ്പി ഒരുമിച്ച് വാങ്ങി വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ ഒരു ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കേണ്ടത് 65 ഡിഗ്രി തണുപ്പിലാണ്. എന്നാൽ ഇത് എല്ലാവർക്കും അറിയില്ല. കാരണം നമ്മുടെ വീടുകളിലുള്ള ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറും. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് 80% രോഗികൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടാത്തത്. എന്നാൽ ഇത്തരത്തിലുള്ളവർക്ക് അതാത് ആഴ്ചയ്ക്കുള്ള ഇൻസുലിൻ കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ആവശ്യമുള്ളത് മാത്രം എത്തിച്ചു നൽകുക എന്നത് ഒരു ജനസേവകൻ അല്ലെങ്കിൽ ഒരു ജനസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അതായത് ഇൻസുലിൻ വീടുകളിൽ എത്തിച്ചു നൽകുക, അതായത് ആവശ്യക്കാർക്ക് ആഴ്ചയിൽ ഒരിക്കൽ അത് എത്തിച്ചു നൽകുക എന്നുള്ളത് ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം, മയക്കുമരുന്ന് ഇന്ന് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലും അതിൻ്റെ വിതരണം നടക്കുന്നുണ്ട്, വിൽപ്പന നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ ഇന്ന് അതിന് അടിമയാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മയക്കുമരുന്ന് മൂലം അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രഗ്സ് മൂലം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു പരാതി അധികം ആരും ആ പരാതി നൽകാൻ തയ്യാറാവുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവനെ കുറിച്ച് ഓർത്ത് പേടിച്ചിട്ടാണ്. പിന്നെ പറയുന്നൊരു കാര്യം, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് വിതരണം നടക്കുന്നുണ്ട്. ഇത് വിൽപ്പന നടത്തുന്നവരെയും വിൽക്കുന്നവരെയും സ്ഥലങ്ങളെയും ജനങ്ങൾക്കറിയാം. എന്നാൽ ഇവർക്കെതിരെ ഒരു പരാതി പോലും നൽകാൻ ആരും തയ്യാറല്ല. ഇതിൻ്റെ റീസൺ പരാതി കൊടുക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് ആക്രമണം ചെയ്യുമെന്ന ഭയമാണ്.
എന്നാൽ ഈ കൊടുംപാതകം അവസാനിപ്പിക്കാൻ പരാതിയായിട്ട് ഇനി ഒരിടത്തേക്കും പോകണ്ട, വാക്കാൽ അത് ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവികയോട് പറഞ്ഞാൽ അവർ തന്നെ മേൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട രീതിയിൽ ഇടപെടും. ഒരു പരിധിവരെ മയക്കുമരുന്ന് വിൽപ്പന വിതരണം അതൊക്കെ തടയാനായിട്ട് ഇതിലൂടെ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരാതികൾ ഗ്രാമസേവകൻ്റെ അടുത്ത് പറയാവുന്നതാണ്. അതിനനുസരിച്ച് അതിനുള്ള നടപടികൾ എടുക്കാൻ അവർക്ക് കഴിയുന്നതാണ്. പിന്നെ പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം, വാഹന സംബന്ധമായ ഫീസുകൾ, കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, വീട് കരം, വായ്പ തിരിച്ചടവുകൾ എല്ലാം അടയ്ക്കാൻ ഒരാൾ പോകേണ്ട അവസ്ഥയാണ്. എന്നാൽ ഇവയെല്ലാം വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു നൽകുന്നത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അതായത് ഇൻഷുറൻസ് പ്രീമിയം, വാഹന സംബന്ധമായ ഫീസുകൾ, കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, വീട്ടുകരം, വായ്പ തിരിച്ചടവുകൾ ഇതെല്ലാം ഗ്രാമസേവന വീടുകളിലെത്തിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ചെറിയ ചെറിയ പ്ലംബിംഗ് ജോലികളുണ്ടാവും. ഇപ്പോൾ പൈപ്പ് പൊട്ടുക, അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക, അതുപോലെ ഇലക്ട്രിക് വർക്ക് ഉണ്ടാവും. ഒരു സ്വിച്ച് മാറുക, ലൈറ്റ് കത്താതിരിക്കുക, അപ്പോൾ പുതിയൊരു ബൾബ് ഇടുക. പിന്നെ പരിസര ശുചിത്വം, മുറ്റത്തെ പുല്ല് വെട്ടുക, വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കുക, ഓടകൾ വിടുക, വീട്ടിലെ മാലിന്യം നീക്കം ചെയ്യുക തുടങ്ങി ഏത് ആവശ്യങ്ങൾക്കും ജീവനക്കാരെ സൗജന്യമായിട്ട് ഏർപ്പാട് ചെയ്ത് നൽകുക അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക്, അതായത് എത്ര വീടുകളാണോ കൊടുത്തിട്ടുള്ള ആ വീടുകളിൽ ഇങ്ങനെ ജോലി വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ വീട് വൃത്തിയാക്കണം, അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ് അങ്ങനെയുള്ളതിന് അവർക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ട് ഈ ഗ്രാമസേവകൻ എന്ത് ചെയ്യാൻ പറ്റും, ഏർപ്പാട് ചെയ്ത് നൽകാൻ പറ്റും. ഇത് ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഇന്നത്തെ യുവജനങ്ങൾ എന്ന് മാത്രമല്ല ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് മാർജിൻ മണി ഗ്രാൻഡ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മുതൽ മുടക്ക് വേണമല്ലോ. അതിൻ്റെ 20% മാത്രം സംരംഭകൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ മതി. 40% സബ്സിഡി ആയിട്ടും 40% വായ്പയായിട്ടും ലഭിക്കും. ഇതിനായിട്ട് ഒരു അപേക്ഷ നൽകാൻ പോലും ആരും തയ്യാറാവുന്നില്ല. കാരണം ഒരുപാട് പേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. സാധാരണ സബ്സിഡികൾ സംരംഭം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. എന്നാൽ ഈ ഒരു പദ്ധതി പ്രകാരം സംരംഭം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സബ്സിഡി കിട്ടും. അപ്പോൾ ഇത് സർക്കാരുകൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ അതുപോലെ ഇതേ വ്യവസ്ഥയിൽ PM വിശ്വകർമ്മ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ ഒരു വായ്പ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലിശയില്ലാത്ത സ്വന്തം ജാമ്യത്തിൽ 3 ലക്ഷം രൂപ വരെ വായ്പയും ഓരോ ഡിജിറ്റൽ ട്രാൻസാക്ഷനും 10% ഡിസ്കൗണ്ടും ലഭിക്കും. ബിസിനസ് ക്രയവിക്രയങ്ങൾക്ക് 1 വർഷം ഡിജിറ്റലായിട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത വായ്പ അതിന് ആനുപാതികമായിട്ട് കുറയുകയും വായ്പ തിരിച്ചടയ്ക്കേണ്ടി വരികയുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് അങ്ങനത്തെ ഒരു നല്ലൊരു രീതിക്ക് നമുക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ ഒരു PM വിശ്വകർമ്മ വായ്പ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും പക്ഷെ ഒരുപാട് പേര് ഈ ഒരു വായ്പയെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സമുദായക്കാർക്ക് മാത്രമാണ് ഈ ഒരു വായ്പ എന്നുള്ളതാണ്. ശരിക്കും PM വിശ്വകർമ്മ വായ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വിഭാഗം തൊഴിലുകളിലെ 64ഓളം വരുന്ന ഉപതൊഴിലാളികൾക്കായിട്ടുള്ള വായ്പയാണ്. വിശ്വകർമ്മ ദിനത്തിൽ ഇത് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഈ ഒരു പേര് ഇതിന് വന്നത്. 15 ലക്ഷം കോടി രൂപയാണ് ഇതിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. 5 കോടി ആൾക്കാർക്ക് ഇത് ഗുണകരമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇത് ശരിക്കും സാധാരണപ്പെട്ടവർക്കൊന്നും ഒരുപാട് പേർക്ക് അറിയില്ല, എവിടെ അപേക്ഷിക്കണമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വായ്പകളുണ്ടെന്നും അത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നെല്ലാം ഒരു വീട്ടിൽ ചെന്ന് അവിടുത്തെ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിന് സൗജന്യമായിട്ട് 1 വർഷം 6 ഗ്യാസ് കുറ്റി ലഭിക്കുന്നുണ്ട്. 1 വർഷം 6 ഗ്യാസ് കുറ്റി. ഇത് കേരളത്തിൽ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ടാവാം, വളരെ കുറവാണെന്ന് മാത്രം. ഇതിന് വലിയ റെക്കോർഡുകളൊന്നും വേണ്ട. BPL കാർഡും അതുപോലെ ആധാർ കാർഡും മാത്രം മതി. ഒരു BPL റേഷൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് 1 വർഷം 6 ഗ്യാസ് കുറ്റി വരെ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേർക്ക് അറിയില്ല. സോ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗ്രാമസേവകൻ്റെ അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്കുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കോ മരണത്തിനോ ലഭിക്കും.
ഇതിനായുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് PM സുരക്ഷാ ബീമ യോജന. എന്നാൽ ഇത് സൗജന്യ സേവനമായിട്ട് നൽകണം. 70 വയസ്സ് വരെ ഇതിൽ അംഗമാവാൻ പറ്റും. പ്രായമായി കഴിഞ്ഞാൽ ഇപ്പോൾ ബാത്റൂമിൽ വീഴുക, അപകടം ഉണ്ടാവുക, ഇതിനൊക്കെ ഒരു പോംവഴിയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു ഗ്രാമസേവകൻ്റെ ജോലി. അതായത് അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരെണ്ണമാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ പറയുന്നത് പെൻഷനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ജോലിയിൽ നിന്നും പിരിയുമ്പോൾ ഒരു തുക 60 വയസ്സ് കഴിഞ്ഞാലോ ജോലിയിലിരുന്നു മരണമടഞ്ഞാലോ പെൻഷനും ലഭിക്കും. എന്നാൽ താൻ ജോലി ചെയ്യുന്ന കാലം അത്രയും ശമ്പളത്തിൻ്റെ 10% വിഹിതം പങ്കാളിത്ത പെൻഷൻ വഴി അടയ്ക്കണം. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ അടൽ പെൻഷൻ പദ്ധതി 18 വയസ്സ് മുതൽ 51 വയസ്സ് വരെ അംഗമാവുന്ന ഒരു പദ്ധതിയുണ്ട്. ഇതിൽ ആഴ്ചയിൽ 35 രൂപ വീതം, അതായത് 35 രൂപ തൊട്ട് 270 രൂപ വരെ അടയ്ക്കാം. ആഴ്ചയിൽ 35 രൂപ തൊട്ട് 270 രൂപ വരെ അടയ്ക്കാം. അങ്ങനെ അടയ്ക്കുന്നവർക്ക് 5000 രൂപ മുതൽ 25,000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന പദ്ധതികളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തൊഴിലാളികൾ, കടക്കാർ, ഡ്രൈവർമാർ, സ്വയം തൊഴിലുകാർ, ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങി എല്ലാവിധ കാറ്റഗറിയിലുള്ളവർക്ക് ഇതിൽ അംഗമാവാൻ പറ്റും. ഇത് ലഭിക്കുന്നതിന് നമ്മൾക്കൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. ആയതിന് 0 ബാലൻസ് അക്കൗണ്ട് എടുത്താലും മതി. ഇത്തരത്തിൽ അക്കൗണ്ട് എടുക്കുന്നതിന് സഹായിക്കേണ്ടത് ഒരു ഗ്രാമസേവകൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പോൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു പദ്ധതിയിൽ ചേരുന്നവർ 6 വർഷം തവണകൾ അടച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങാൻ തുടങ്ങുന്ന കാലം വരെ അവരുടെ വിഹിതം PM ഫണ്ടിൽ നിന്നും അടയ്ക്കുന്നതാണ്. അതായത് അംഗമായി കഴിഞ്ഞ് 5 മുതൽ 29 വർഷം വരെ പെൻഷൻ ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ അംഗമാകുന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷൻ തിരഞ്ഞെടുക്കുകയും അടച്ച തുക 6.5% പലിശ അടക്കുമ്പോൾ ഒരു വലിയ തുകയായി മെച്യൂരിറ്റിയായി വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്, 18 വയസ്സുള്ള ഒരാൾ 35 രൂപ വീതം 3 വർഷം തുടർച്ചയായിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഇയാൾക്ക് 60-ാം വയസ്സിൽ ഒരു മാസം 25,000 രൂപ പെൻഷൻ ലഭിക്കും. 60-ാം വയസ്സിൽ ഒരു മാസം. എന്നാൽ ഇയാൾക്ക് പെൻഷൻ വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ലക്ഷം രൂപ ഒറ്റ തുക വാങ്ങിയിട്ട് പിരിയാവുന്നതാണ്. എന്നാൽ 50-ാം വയസ്സിൽ പെൻഷൻ വാങ്ങാൻ തുടങ്ങിയാൽ ഒരു മാസം 6,000 രൂപയെ ലഭിക്കുള്ളൂ. 60-ാം വയസ്സിലാവുമ്പോഴാണ് 25,000 രൂപ ലഭിക്കുക. പെൻഷൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ 7 ലക്ഷം രൂപ ഒറ്റ തുകയായി ലഭിക്കും. ഇത്തരത്തിൽ അംഗമായി പെൻഷൻ കാലാവധിക്ക് മുമ്പ് പെൻഷൻ വാങ്ങാൻ തുടങ്ങിയാൽ പെൻഷൻ തുകയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. എന്നാൽ അംഗം മരണമടഞ്ഞാൽ തീയതി മുതൽ നോമിനിക്ക് പെൻഷൻ കിട്ടി തുടങ്ങും. ഇത്തരത്തിൽ PM ഫണ്ടിൻ്റെ കാര്യമൊന്നും ഒരുപാട് പേർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് ഒരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനും നിശ്ചിത പ്രീമിയം വാങ്ങി അടയ്ക്കാനും ഒക്കെ സഹായിക്കേണ്ടത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇത്രയും വലിയ പദ്ധതികളും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ അവരെ അതൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് അവർക്കൊരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാനും അതുപോലെ നിശ്ചിത പ്രീമിയം വാങ്ങിയിട്ട് അടയ്ക്കാനും ഒക്കെ സഹായിക്കേണ്ടത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടമ്മമാർ കൊള്ള പലിശയ്ക്ക് ബ്ലേഡ് പലിശക്കാരിൽ നിന്നും അത്യാവശ്യത്തിന് പണം വാങ്ങുന്നു. ഇപ്പോൾ 10,000 രൂപ വായ്പ വാങ്ങുകയാണെങ്കിൽ ആഴ്ചയിൽ പലിശ മാത്രമായിട്ട് 500 രൂപ നൽകേണ്ടി വരും. എന്നാൽ 10,000 രൂപ വാങ്ങിയാൽ മുതലും പലിശയും അടക്കം 192 രൂപ അടയ്ക്കുന്ന തരത്തിൽ വീട്ടമ്മമാർക്ക് 12 മണിക്കൂറിനുള്ളിൽ വായ്പ ലഭിക്കുന്ന പദ്ധതികളുണ്ട്. ഇത്തരത്തിൽ വായ്പ ആവശ്യമുള്ളവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. മറ്റ് ഈടുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ ഈ വിവരം ഒരുപാട് പേർക്ക് അറിയില്ല. ഇപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 25,000 രൂപ വരെ വായ്പയായിട്ട് ലഭിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെ സഹായിക്കേണ്ടത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ പെൺകുട്ടികളുടെ പഠനം, വിവാഹം ഇതെല്ലാം ചിലവുകളുള്ള കാര്യമാണ്. എന്നാൽ രക്ഷിതാക്കൾ ഇതിന് അവസരം വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പ്രകാരം ഇപ്പോൾ പഠനത്തിനായാലും അതുപോലെ വിവാഹത്തിനായാലും 5 മുതൽ 10 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളുണ്ട്. അതിലൊന്നാണ് ബേട്ടി ബച്ചാവോ. ഇതിൽ അംഗമാകാൻ 6 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് അവസരം.
എന്നാൽ ഇതിന് ആഴ്ചയിൽ അടയ്ക്കേണ്ടി വരിക 1250 രൂപയാണ്. ഇത്തരത്തിൽ 4 വർഷം അടയ്ക്കണം. അല്ല എങ്കിൽ 2 ലക്ഷം രൂപ ഒറ്റ തവണ അടയ്ക്കണം. പക്ഷേ ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയുണ്ടാകുകയാണെങ്കിൽ, രോഗം വരികയാണെങ്കിലൊക്കെ പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, പെൺകുട്ടി സുരക്ഷിതമായിരിക്കും. ഇതാണ് മെയിനായിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവിക എപ്പോഴും ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ പരിധിയിലെ ജീവനക്കാരനായിരിക്കും. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ ഈ ഒരു ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവിക ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഗ്രാമസേവകൻ വഴി സേവനങ്ങൾ നൽകുന്ന വീട്ടിലെ ഒരംഗമെങ്കിലും 90 ദിവസത്തിനകം സൊസൈറ്റിയിലും അംഗത്വം എടുത്തിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഗ്രാമസേവകൻ്റെ പരിധിയിൽ 250 അല്ലെങ്കിൽ 200, 300 വീടുകളൊക്കെയാണല്ലോ വരുന്നത്. ആ വീട്ടിലെല്ലാവരും 90 ദിവസത്തിനകം എന്ത് ചെയ്യണം? സൊസൈറ്റിയിൽ ഒരു അംഗത്വം എടുത്തിരിക്കണം. ഈ അംഗത്തിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ സോഫ്റ്റ്വെയർ വഴി സൗജന്യ സേവനങ്ങൾ ലഭിക്കുന്നതിനൊക്കെ ആ കുടുംബത്തിൽ ഒരംഗമെങ്കിലും സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിരിക്കണം. പിന്നീട് പറയുന്നത് PM ഫണ്ടിനെ കുറിച്ചിട്ടാണ്. PM ഫണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടകളിൽ ജോലി നോക്കുന്നവർ, സ്വയം തൊഴിൽക്കാർ, ഡ്രൈവർ, കർഷകർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, വ്യാപാരം നടത്തുന്നവർ തുടങ്ങി വിവിധ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് PM ഫണ്ട് എന്ന് പറയുന്നത്. അതായത് കടകളിൽ ജോലി നോക്കുന്നവർ, സ്വയം തൊഴിൽക്കാർ, ഡ്രൈവർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പെൻഷൻ പദ്ധതിയാണ് PM ഫണ്ട് എന്ന് പറയുന്നത്. വിവിധ തരത്തിൽ വിവിധ മേഖലയിലുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമസേവകരെ നിയമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് വളരെ ഗുണകരമായ ഒരു പദ്ധതിയാണ് PM കിസാൻ. ഒരു കർഷകന് 6000 രൂപ വരെ ഈ ഒരു പദ്ധതി വഴി ലഭിക്കും. 3 മാസം ഇടവേളകളായിട്ടാണ് 2000 രൂപ വീതമാണ് സൗജന്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇതിന് അർഹതയുള്ള ശരിക്കും 60% ആൾക്കാർക്ക് ഇത് ലഭിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ കരമടച്ച രസീതും KYCയുമാണ് വേണ്ടത്. അതായത് ഏറ്റവും ഒടുവിലുള്ള കരമടച്ച രസീതും KYCയാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് വേണ്ടത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നവർക്ക് തുടർന്ന് ഇത് ലഭിക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ AIMS പോർട്ടലിൽ, AIMS എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൽ ലാൻഡ് വെരിഫിക്കേഷൻ നടത്തണം. എന്നാൽ ഇത് ചെയ്യാത്തവർക്കാണ് തുടർന്ന് ഇത് ലഭിക്കാത്തത്. നിലവിൽ 14 ഗഡുക്കൾ ഈ ഒരു PM കിസാൻ്റെ നൽകി കഴിഞ്ഞിരുന്നു. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകർ വാങ്ങുന്ന പണിയായുധങ്ങൾക്ക് 50 മുതൽ 80% വരെ സബ്സിഡി ലഭിക്കും. അതായത് കർഷകർ വാങ്ങുന്ന പണിയായുധങ്ങൾക്ക് എത്ര മുതൽ? 50 മുതൽ 80% വരെ സബ്സിഡി ലഭിക്കും. ഇപ്പോൾ കൂട്ടായ്മയ്ക്കാണ് 80% സബ്സിഡി. എന്നാൽ കർഷകർക്കിത് ലഭിക്കുന്നില്ല. കാരണം കർഷകന് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും ഇതിനെങ്ങനെ അപേക്ഷിക്കണമെന്ന് അവർക്കറിയില്ല. 1 ഹെക്ടർ സ്ഥലത്തിന് മുകളിലുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളിലും അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവകിയുടെ ജോലിയുടെ ഭാഗമാണ്. അതായത് ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി എങ്ങനെ അപേക്ഷ നൽകണമെന്നോ ഒന്നും തന്നെ അവർക്ക് കുറേ പേർക്കൊന്നും അറിയില്ല. അതൊക്കെ വീടുകളിലെത്തി അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ടത് അപേക്ഷിപ്പിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഗ്രാമസേവകൻ്റെ ജോലിയുടെ ഭാഗമാണ്. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും അപേക്ഷകരില്ലാത്തത് കൊണ്ട് നിർത്തലാക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൃഷിഭവൻ വഴി പച്ചക്കറി വിത്ത് വിതരണം, തെങ്ങൻ തൈ വിതരണം, അതുപോലെ മുളപ്പിച്ച പച്ചക്കറി വിത്തുകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും സൗജന്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ അർഹതപ്പെട്ട അപേക്ഷകർ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യസമയങ്ങളിൽ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് പിന്നിലെ കാരണം. ഇത്തരത്തിലുള്ള വിവരങ്ങൾ അതാത് സമയങ്ങളിൽ അർഹതപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളത് ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. വിവിധ തരത്തിലുള്ള സ്വയം തൊഴിൽ പദ്ധതികൾക്ക് കേരള സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തുന്ന സൗജന്യ ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുക, അതും ഗ്രാമസേവകൻ്റെ ജോലിയിൽ പെടുന്ന ഒന്നാണ്. പിന്നെ പറയുന്നത് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ നടത്തുക, താങ്കളുടെ അധീനതയിലുള്ള വീടുകളിൽ ഒരു വീട്ടിൽ ഒരു മരമെങ്കിലും എന്ന പദ്ധതി നടപ്പിലാക്കുക.
ഇതിനാവശ്യമായ മരത്തൈ, വളം എന്നിവ സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗ്രീൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വീട്ടുടമയ്ക്ക് നിരവധി സഹായങ്ങൾ ലഭിക്കും. അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളത് ഗ്രാമസേവകൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത്തരത്തിലാണ് അവർ പറയുന്നത്, ഈ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ നടത്തുക, അവരുടെ അധീനതയിലുള്ള വീടുകളിൽ ഒരു വീട്ടിൽ ഒരു മരമെങ്കിലും എന്ന പദ്ധതി നടപ്പിലാക്കുക. ഇതിനായിട്ടുള്ള മരത്തൈയും വളവുമൊക്കെ സൗജന്യമായിട്ട് വീടുകളിൽ എത്തിച്ചു നൽകുക. അതിൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടിലുള്ളവർക്ക് ഗ്രീൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഇത്തരത്തിലുള്ള വീട്ടുടമയ്ക്ക് നിരവധി സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വിവിധ തരത്തിലുള്ള സ്വയം തൊഴിൽ പദ്ധതികൾക്ക് കേരള സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടത്തുന്ന സൗജന്യ ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുക. പിന്നീട് പറയുന്നത്, ഇപ്പോൾ സംഭരണ മേഖലയിൽ ഫാർമേഴ്സ് കൂട്ടായ്മയ്ക്ക് ലാഭം നേടാൻ കഴിയുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. നെല്ല്, കാപ്പി, റബ്ബർ, ഇഞ്ചി, ഏലം, കുരുമുളക്, നാളികേരം തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും സംസ്കരിക്കാനും അതിലൂടെ ഉപ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും ആയത് മാർക്കറ്റ് ചെയ്യാനും ഫാർമേഴ്സ് കൂട്ടായ്മകൾക്ക് കഴിയും. ഇതിനു വേണ്ടി വരുന്ന ഫണ്ട് കണ്ടെത്തി നൽകാനും കേരള സർക്കാരുകളുടെ സബ്സിഡികൾ ലഭിക്കാൻ വേണ്ട സഹായങ്ങൾ അവർക്ക് ചെയ്തു നൽകുക എന്നതൊക്കെ ഗ്രാമസേവകൻ്റെ ജോലിയുടെ ഭാഗമാണ്. അതുപോലെ തൊഴിലില്ലാത്ത അസംഘടിത മേഖലയിലെ തൊഴിലാളികളായ കൃഷിക്കാർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പെയിൻറ്റർ, ക്ലീനിങ്, തെങ്ങ് കയറുന്നവർ, താൽക്കാലിക ഡ്രൈവർമാർ, വേസ്റ്റ് കളക്ട് ചെയ്യുന്നവർ തുടങ്ങി നിരവധി കാറ്റഗറിയിൽപ്പെട്ടവരെ ഒരു ഗ്രൂപ്പാക്കി താങ്കളുടെ പ്രവർത്തന പരിധിയിലെ വീടുകളിൽ ഉണ്ടാക്കുന്ന തൊഴിലിലേക്ക് ശുപാർശ ചെയ്ത് അതാത് തൊഴിൽ കണ്ടെത്തി നൽകുന്നതിന് വേണ്ട സൗജന്യ സഹായങ്ങൾ ചെയ്തു നൽകേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യകതയാണ്. ഇത്തരത്തിലുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വവും ഓരോ ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെയും ജോലിയുടെ ഭാഗമാണ്. അതായത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളായിട്ടുള്ള കൃഷിക്കാർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പെയിൻറ്റർ, ക്ലീനിങ്, തെങ്ങ് കയറുന്നവർ, അതുപോലെ താൽക്കാലിക ഡ്രൈവർമാർ, വേസ്റ്റ് കളക്ട് ചെയ്യുന്നവർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് ഈ ഗ്രാമസേവകൻ്റെ പരിധിയിൽ വരുന്ന വീടുകളിൽ ഇവർക്കൊരു അതായത് ഇവർക്ക് ഏത് ജോലിയാണോ ഇവർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അടുത്തത് പറയുന്നത്, ഇപ്പോൾ സ്ത്രീകൾക്ക് അനായാസം ചെയ്യാവുന്ന മിനി പ്രിൻറ്റിംഗ് മെഷീൻ, അതായത് ഈ നോട്ടീസ്, കല്യാണക്കുറിയൊക്കെ തുടങ്ങിയിട്ടുള്ളവ ഫോട്ടോസ്റ്റാറ്റ് പോലെ കളറിലെടുക്കാവുന്ന മെഷീനുകളുണ്ട്. അതുപോലെ സ്ക്രീൻ പ്രിൻ്റ്, സ്കൂൾ, കോളേജ്, ഓഫീസ് തുടങ്ങിയവർക്ക് ആവശ്യമുള്ള ഐഡൻറ്റിറ്റി കാർഡുകൾ, ഓഫീസ് ആവശ്യത്തിനുള്ള മിനറൽ വാട്ടർ, ഓഫീസ് ആവശ്യത്തിനുള്ള പേപ്പറുകൾ, രജിസ്റ്ററുകൾ, പേനകൾ തുടങ്ങി നിരവധി സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകുക, ബ്യൂട്ടീഷ്യൻ, ബൊട്ടിക്കോ, അച്ചാർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾക്ക് സൗജന്യ ട്രെയിനിങ്ങുകൾ, അതായത് 300 വീടുകൾക്ക് 10 സ്ത്രീകൾക്ക് തൊഴിൽ എന്നത് നടപ്പിലാക്കാനായിട്ട് സർക്കാരുകൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ വാങ്ങി നൽകി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുക എന്നുള്ളത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. അതായത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ, ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ, അതുപോലെ ബൊട്ടീക്ക്, അച്ചാർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ട്രെയിനിങ്ങുകൾ, അതുപോലെ സർക്കാരുകൾ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ അവർക്ക് വാങ്ങി നൽകുക എന്നുള്ളത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമസേവികയുടെ ജോലിയുടെ പരിധിയിൽ വരുന്നതാണ്. അടുത്തത് പറയുന്നത് എന്തെന്നാൽ, ഒരുപാട് പേര് വിവിധ തരത്തിലുള്ള വായ്പ എടുത്ത് കുടിശ്ശിക വന്നവരാണ്. ഇവരിൽ നിന്നും വിവിധ രീതിയിലുള്ള ഫൈന്, ഫീസ്, പലിശ അങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങൾ പറഞ്ഞ് മുതലിനേക്കാൾ കൂടുതൽ തുക ഈടാക്കുന്നുണ്ട്. എന്നാൽ വാങ്ങുന്ന മുതലിനേക്കാൾ പലിശ വാങ്ങാൻ പാടില്ല എന്നൊരു സുപ്രീം കോടതി വിധിയുണ്ട്. ഇതറിയാവുന്ന ആളുകൾ വളരെ കുറവാണ്. ജപ്തി നടപടി എടുക്കാതിരിക്കാൻ സാവകാശം ലഭിക്കാൻ അവസരമുണ്ട്. ജപ്തി ചെയ്താൽ പോലും കുടിശ്ശിക തീർത്താൽ വസ്തുവകകൾ തിരികെ നൽകണമെന്നുള്ളൊരു നിയമമുണ്ട്. വിവിധ പലിശ കുറവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വിവിധ പദ്ധതികളുണ്ട്. ഇതൊക്കെ അറിയാവുന്ന ഒരാളും കടം കാരണം ആത്മഹത്യ ചെയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഗ്രാമസേവകൻ്റെ ഉത്തരവാദിത്വമാണ്, അവരുടെ ജോലിയുടെ ഭാഗമാണ്. അടുത്തത് പറയുന്നത്, വസ്തു ഈടിന്മേൽ വാങ്ങുന്നത് മുതൽ മാത്രം തിരിച്ചടയ്ക്കുന്ന തരത്തിലുള്ള വിവിധ സാമ്പത്തിക സഹായം ലഭിക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്നുണ്ട്.
5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ അതിലൂടെ ലഭിക്കും. എന്നാൽ ഇതറിയാവുന്നവരും കുറവാണ്. ഇത്തരത്തിലുള്ളവർക്ക് സൗജന്യ സഹായം ചെയ്തു നൽകുക എന്നുള്ളത് ഒരു ഗ്രാമസേവകൻ്റെ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ പല പദ്ധതികളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വീഡിയോ കാണാത്തവർ കാണണം. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഇതിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പറയുന്നത് പ്രമുഖ ദിനപത്രങ്ങൾ, മാസികകൾ, പാല് എന്നിവ താങ്കൾക്ക് നിർദ്ദേശിക്കപ്പെട്ട വീടുകളിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കുകയും ആയതിലൂടെ താങ്കളുടെ അധീനതയിലുള്ള വീടുകളിലെ 2 കുടുംബത്തിലെ 2 പേർക്ക് തൊഴിൽ നൽകുവാനും ഇതിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം വേതനം നൽകിക്കഴിഞ്ഞ ബാക്കി തുക ആ പ്രദേശത്തെ പാവങ്ങളായ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ചെലവാക്കുക എന്നതും ഓരോ ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നീട് പറയുന്നത് ഒരു ഗ്രാമസേവകൻ്റെ പ്രവർത്തന പരിധിയിലുള്ള ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വിവാഹ ആലോചനയ്ക്കായിട്ട് അവരുടെ വിവരങ്ങൾ താങ്കളുടെ ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് പ്രസിദ്ധീകരിച്ച് ഭാരിച്ച തരത്തിലുള്ള മാട്രിമോണിയൽ ഫീസുകൾ ഒഴിവാക്കി നൽകുക. അതായത് ഒരു സേവകൻ്റെ പരിധിയിലുള്ള വീടുകളിലെ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വിവാഹ ആലോചനയ്ക്കായിട്ട് അവരുടെ വിവരങ്ങൾ താങ്കളുടെ ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് ഈ ഭാരിച്ച തരത്തിലുള്ള മാട്രിമോണിയൽ ഫീസുകൾ ഒഴിവാക്കി നൽകുക എന്നുള്ളത് ഒരു ഗ്രാമസേവകൻ്റെ ജോലിയിൽ വരുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീടുകളിലും പഴയ പുസ്തകങ്ങൾ ഒരു ഉപയോഗവുമില്ലാതെ വെച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ചിട്ട് ഈ പുസ്തകങ്ങൾ പൊതുവായനശാലകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ അവയവദാനം, മസ്തിഷ്ക മരണം തുടങ്ങി അവരവരുടെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറുള്ള നിരവധി ജനങ്ങളുണ്ട്. ആയതിൽ താല്പര്യമുള്ള പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ്, ജീവിച്ചിരിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഗ്രാമസേവകൻ്റെ ജോലിയുടെ ഭാഗമാണ്. അതുപോലെ നിങ്ങളുടെ പ്രവർത്തന ഏരിയകളിലും തൊട്ടടുത്ത ഏരിയകളിലും നിരാലംബരായ മക്കളുടെ അമ്മമാർ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടത്താൻ കഴിയാതെയും രോഗബാധിതരായിട്ടും ചികിത്സിക്കാൻ സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തവർ, പഠിക്കാൻ കഴിവുണ്ടായിട്ടും തുടർ പഠനത്തിന് സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ നിൽക്കുന്നവർ തുടങ്ങിയവരെ സഹായിക്കാനും സ്വയം തൊഴിൽ ചെയ്യാൻ തയ്യൽ മെഷീൻ അടക്കമുള്ളവ സർക്കാർ സഹായത്തോടും ചാരിറ്റി ഫണ്ട് സ്വരൂപിച്ചും സഹായിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക എന്നത് ഒരു ഗ്രാമസേവകൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമസേവികയുടെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഗ്രാമസേവകൻ്റെ ജോലിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രാമസേവകൻ്റെയും ഏരിയകളിൽ സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. കണ്ണ്, ക്യാൻസർ, രക്തപരിശോധന അടക്കമുള്ള മെഡിക്കൽ ക്യാമ്പുകൾക്ക് മുൻഗണന നൽകണം. അതിനുവേണ്ട സഹായങ്ങൾ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വഴി നൽകുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് പദ്ധതികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചിട്ട്. അതിൽ വിട്ടുപോയ 2 പദ്ധതികൾ ഇതിൽ പറയുന്നുണ്ട്, എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ വിധവകളായിട്ടുള്ള അമ്മമാരെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് കേരള സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് അഭയകിരണം. വിധവകളായ അമ്മമാരെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് കേരള സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് അഭയകിരണം. പ്രതിമാസം 1000 രൂപ വരെ അതിലൂടെ ലഭിക്കും. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകൾക്കായാണ് ഈ ഒരു സഹായം ചെയ്യുന്നത്. അച്ഛനും അമ്മയും മരിച്ച കുട്ടികൾക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അച്ഛനും അമ്മയും മരിച്ച കുട്ടികൾക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അച്ഛൻ മരിച്ചവർക്കും ലഭിക്കും. സാധുക്കളായ വിധവകളുടെ നിയമപരമായിട്ടുള്ള പുനർവിവാഹത്തിന് നൽകുന്ന ധനസഹായമാണ് മംഗല്യ. സാധുക്കളായിട്ടുള്ള വിധവകളുടെ നിയമപരമായിട്ടുള്ള പുനർവിവാഹത്തിന് നൽകുന്ന ധനസഹായമാണ് മംഗല്യ. ഒറ്റത്തവണ സഹായമായിട്ട് 25,000 രൂപ വരെ ലഭിക്കും. 18-നും 50-നും ഇടയ്ക്കുള്ളവർക്കാണ് ലഭിക്കുക. ഭിന്നശേഷിക്കാർക്കായിട്ട് നൽകുന്ന സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഇതിലൂടെ 1 ലക്ഷം രൂപ വരെയുള്ള സഹായം ലഭിക്കുന്നതായിരിക്കും. അതായത് ഭിന്നശേഷിക്കാർക്കായിട്ട് നൽകുന്ന ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഇതിലൂടെ 1 ലക്ഷം രൂപ വരെയുള്ള സഹായം ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് 4 പദ്ധതികളാണ്: അഭയകിരണം, സ്നേഹപൂർവ്വം, അതുപോലെ മംഗല്യ, അതുപോലെ നിരാമയ. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളായിട്ടുള്ള PM ജൻധൻ, മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത് മിഷൻ, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ഇതുവഴി ഇതെല്ലാം തന്നെ ഒരു തടസ്സവുമില്ലാതെ ജനങ്ങൾക്ക് ലഭിക്കും. ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജീവനക്കാരനായിട്ടാണ് ഗ്രാമസേവകരെ നിയമിക്കുന്നത്. ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയവും ഒരു ഗ്രാമസേവകൻ്റെയും പ്രവൃത്തികളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു ഗ്രാമസേവകനും ഒരു രാഷ്ട്രീയ പരിപാടിയുടെയും ഭാഗമാകാനും പാടില്ല. ഗ്രാമസേവകൻ ജനങ്ങളുടെ പ്രതിനിധിയും ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജീവനക്കാരനുമായിരിക്കുമെന്നതിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് കുറച്ച് പദ്ധതികളെ കുറിച്ചിട്ട് തന്നെയാണ്. സാധാരണപ്പെട്ടവന് കൃഷിമന്ത്രിയുമായും കാർഷിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെടാനുള്ള സർക്കാർ പദ്ധതിയാണ് കൃഷിദർശൻ. അതുപോലെ കാരുണ്യ പദ്ധതി പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ധനസഹായം 5 ലക്ഷം രൂപയാണെന്ന് പറയുന്നുണ്ട്. സാധാരണപ്പെട്ടവന് കൃഷിമന്ത്രിയുമായും കാർഷിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെടാനുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് കൃഷിദർശൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ വനിതകളുടെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിനെ കുറിച്ച് പറയുന്നുണ്ട്. 181 ആണത്. 181 വനിതകളുടെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മംഗല്യ പദ്ധതി പ്രകാരം 2,50,000 രൂപയാണ് അത്രയും വിവാഹ ധനസഹായമായിട്ട് ലഭിക്കുന്നുണ്ടാവും. പിന്നീട് പറയുന്നത് മെഡിസെപ്പ് എന്നുള്ള പദ്ധതിയെ കുറിച്ചിട്ടാണ്. ഏത് പദ്ധതിയാണ്? മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കേരള സർക്കാർ നടത്തുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കേരള സർക്കാർ നടത്തുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം 500 രൂപ ജീവനക്കാരുടെ വിഹിതമായിട്ട് നൽകണം ഈ മെഡിസെപ്പിലേക്ക്. ഈ തുക ഒരിക്കലും തിരികെ ലഭിക്കില്ല. പരമാവധി ലഭിക്കാവുന്ന സഹായം 3 ലക്ഷം രൂപയാണ്. എന്നാൽ മാസം 250 രൂപ അടച്ച് 9 ലക്ഷം രൂപയുടെ വരെ മെഡിക്കൽ സഹായം കിട്ടുന്നതും അടച്ച തുക തിരികെ ലഭിക്കുന്നതുമായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ നിലവിലുണ്ട്. SBI ജനറലുമായി സഹകരിച്ച് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത്, ഇതിനു പുറമെ അസംഘടിതരായ തൊഴിലാളികൾക്ക്, കർഷകർക്ക് PFന് തുല്യമായിട്ടുള്ള പെൻഷൻ പദ്ധതികളുമുണ്ട്. ഇവരുടെ തൊഴിലുടമാ വിഹിതം PM ഫണ്ടിൽ നിന്നും അടയ്ക്കുന്നതാണ്. 15,000 രൂപയ്ക്ക് താഴെ പ്രതിമാസ ശമ്പളമുള്ളവരും 35 വയസ്സിന് മുകളിലുള്ളവരും തൊഴിലാളി വിഹിതം 6 വർഷം അടച്ചാൽ മതിയാകും. തുടർന്ന് തൊഴിലാളി വിഹിതവും തൊഴിലുടമാ വിഹിതവും PM ഫണ്ടിൽ നിന്ന് തന്നെ അടയ്ക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കുറച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.